മുനമ്പം സമരം അവസാനിപ്പിക്കാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നീക്കം വീണ്ടും പരാജയം. മുനമ്പം ഭൂമി വഖഫ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കും വരെ സമരം തുടരാൻ തന്നെയാണ് സമരസമിതി തീരുമാനം. വഖഫ് പട്ടികയിൽ നിന്നും മുനമ്പത്തെ ഭൂമി എങ്ങനെ ഒഴിവാക്കാം എന്ന അന്വേഷണമാകണം ജുഡീഷ്യൽ കമ്മീഷന്റെ ഉദ്യമമെന്നും സമരസമിതി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ 3 മാസത്തിനകം ശാശ്വത പരിഹാരമെന്നാണ് മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം. നാളെ വഖഫ് ബോർഡിന്റെ കോലം കടലിൽ കെട്ടിത്താഴ്ത്തി പ്രതിഷേധിക്കാനും തീരുമാനിച്ചു. 42 ദിവസം പിന്നിട്ട മുനമ്പം സമരം പ്രശ്നത്തിൽ ശാശ്വത പരിഹാരമുണ്ടാകും വരെയും തുടരാനാണ് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷവും സമരസമിതി കൈക്കൊണ്ട തീരുമാനം. ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം സംബന്ധിച്ച സമരസമിതിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ പ്രശ്നപരിഹാരത്തിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതടക്കമുള്ള നടപടികളെ സമരസമിതി സ്വാഗതം ചെയ്തു. ജുഡീഷ്യൽ അന്വേഷണം കാലതാമസം വിന പൂർത്തിയാക്കി 1 മാസത്തിനുള്ളിൽ പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നും സമരസമിതി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ 3 മാസത്തിനുള്ളിൽ ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും സമരസമിതി വ്യക്തമാക്കി. ഞങ്ങൾ നേരത്തെ തന്നെ എടുത്തിരിക്കുന്ന തീരുമാനമാണ് ഞങ്ങളുടെ ഭൂമി വഖഫ് ആസ്തി പട്ടികയിൽ നിന്ന് മാറ്റിയെടുക്കുന്നതുവരെ ഞങ്ങൾ സമരം തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സമരം മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. 3 മാസത്തിന് മുമ്പ് തന്നെ അത് പരിഹരിക്കാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ദൗത്യം എന്തായിരിക്കണം, ഇതിന് നൽകപ്പെടേണ്ട രൂപരേഖ എന്തായിരിക്കും എന്ന് പറയുന്നത് ഞങ്ങൾ പറയുകയും ചെയ്തു. അതനുസരിച്ച് മുഖ്യമന്ത്രി അത് നടത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഓൺലൈനായി ചേർന്ന ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, റവന്യൂ മന്ത്രി കെ രാജൻ, നിയമമന്ത്രി പി രാജീവ്, വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ എന്നിവരും സമരസമിതിക്ക് വേണ്ടി വേളാങ്കണ്ണിപ്പള്ളി വികാരി ഫാദർ ആന്റണി സേവ്യർ, സമരസമിതി ചെയർമാൻ ജോസഫ് ബെന്നി, സമരസമിതി കൺവീനർ ജോസഫ് റോക്കി അടക്കമുള്ളവർ പങ്കെടുത്തു. സമരത്തിന്റെ ഭാഗമായി നാളെ വൈകിട്ട് വഖഫ് ബോർഡിന്റെ കോലവുമായി മുനമ്പം ബീച്ചിലേക്ക് റാലി നടത്താനും കോലം കടലിൽ കെട്ടിത്താഴ്ത്തി പ്രതിഷേധിക്കാനും തീരുമാനിച്ചു. സൂര്യ ക്ലബിന്റെ നേതൃത്വത്തിലാണ് മുനമ്പം ജനതയെ പങ്കെടുപ്പിച്ചുള്ള പ്രതിഷേധം. ജനം, കൊച്ചി.